നമ്മൾ ഓട്ടോറിക്ഷ വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന്, നമ്മളൊരു സെക്കൻഡ് വാഹനം എടുക്കുമ്പോൾ എങ്ങനത്തെ വാഹനം എടുക്കണം, അതേപോലെ പുതിയ വാഹനം എടുക്കണമെങ്കിൽ ഏത് ടൈപ്പ് വാഹനം എടുക്കണം, അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്ന ഒരു കാര്യം കൂടെയാണ്. ഈ സീസൺ ടൈമിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓട്ടോറിക്ഷ എടുക്കുന്ന ടൈമും കൂടെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്, ഇപ്പോൾ സെക്കൻഡ് വാഹനമാണെങ്കിൽ ഏതെടുക്കണം, പുതിയതാണെങ്കിൽ ഏതെടുക്കണം. അപ്പോൾ അതിനെപ്പറ്റിയൊരു ചെറിയ രീതിയിലൊരു വീഡിയോ, നിങ്ങൾക്കൊരു ധാരണ വരുത്തുന്ന രീതിയിലൊരു വീഡിയോ. ഇത് ഓട്ടോറിക്ഷക്കാരാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർ കാണേണ്ട ആവശ്യമില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പുതുതായിട്ട് ഓടാൻ നിൽക്കുന്ന ആൾക്കാരും ഓട്ടോറിക്ഷ മേഖലയിലോട്ട് വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന്, ഒന്നാമത്തെ കാര്യം മൊബൈൽ വെക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കാര്യങ്ങൾ ഫ്രീ ആയിട്ടിരുന്ന് പറയുകയും ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്തുവായിരുന്നു, നമ്മൾ സെക്കൻഡ് വാഹനത്തിന് തന്നെ തുടങ്ങാം. സെക്കൻഡ് വാഹനം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ സീസൺ അനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓട്ടങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ആലപ്പുഴ സൈഡിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓട്ടോ ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓട്ടോറിക്ഷ ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടൊക്കെ ഓട്ടോറിക്ഷ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് ഓട്ടോറിക്ഷ തപ്പി നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടൗൺ പെർമിറ്റ് തപ്പി നടക്കുന്നുണ്ട്. ടൗൺ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ ടൗൺ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓടുന്നത്, ഏതൊക്കെ എല്ലാം നമുക്ക് ഒരുമാതിരിപ്പെട്ട സ്റ്റാൻഡുകളിലൊക്കെ നമുക്ക് വണ്ടി പിടിച്ച് ഓടാനൊക്കെ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം കൂടുതൽ ആൾക്കാരും ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടവും കിടന്ന് ഓടാന്നുള്ള ഒരു ധാരണയിൽ കൂടുതൽ ആൾക്കാരും ഗൾഫുകാരാണ് കൂടുതലും വന്ന് പെട്ടുപോകുന്നത്. എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുവാണ്, കൂടുതൽ ആൾക്കാരും ഓട്ടോറിക്ഷ മാവേലിക്കര, കൊല്ലം, അതെ ആ സൈഡിലോട്ടൊക്കെ പോയി വണ്ടി എടുക്കും. പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ എടുക്കും, ഭയങ്കരമായിട്ടുള്ള വില. അതായത് ആലപ്പുഴ വണ്ടികൾക്ക് ഇപ്പോഴും വിലക്കുറവും ഏറ്റവും മാർക്കറ്റുള്ള വണ്ടികളാണ് നമ്മുടെ ആലപ്പുഴയിൽ. ഇവർ ഇതിനെപ്പറ്റിയൊന്നും അറിയാതെ പോയി മാവേലിക്കര ആ സൈഡിലോട്ടൊക്കെ പോയി വണ്ടി എടുത്തുകൊണ്ട് വരും. പഞ്ചായത്ത് വണ്ടിയായിരിക്കും, പഞ്ചായത്ത് സ്റ്റാൻഡ് പെർമിറ്റ് ഉള്ള വണ്ടികളൊക്കെ ആയിരിക്കും എടുത്തുകൊണ്ട് വന്നിട്ട് ആലപ്പുഴ വന്നിട്ട് ഓടാൻ പറ്റത്തില്ല, വീട്ടിൽ ഇരുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പെർമിറ്റിനെ പറ്റി ആദ്യമായിട്ട് ഓടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓടുന്ന സ്ഥലം എവിടെയാണെങ്കിലും, ഇപ്പൊ ചേർത്തലയാണെങ്കിലും അരൂരാണെങ്കിലും ആലപ്പുഴ ടൗൺ ആണെങ്കിലും കൊല്ലമാണെങ്കിലും കോട്ടയമാണെങ്കിലും എവിടെ ഏത് ജില്ല ആയിക്കോട്ടെ, ഏത് സ്ഥലം ആയിക്കോട്ടെ, ഇപ്പോൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ, വേറെ ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല ഇപ്പം. അപ്പൊ അതിന്റെ പെർമിറ്റിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തേക്ക് വരാവുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ ചെയ്തെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ടി വി എസ്, നമ്മുടെ മാർക്കറ്റിൽ ടി വി എസ് ഉണ്ട്, അതുപോലെ ബജാജിന്റെ വണ്ടികളുണ്ട്, അതുല്, ആപ്പ, മഹീന്ദ്രന്റെ വണ്ടികൾ എല്ലാം നല്ല നല്ല വണ്ടികളാണ്. ഒരു വണ്ടിയിൽ ഞാൻ മോശമായിട്ട് പറയുന്നില്ല. അപ്പൊ നമ്മൾ വണ്ടി സെലക്ട് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളൊരു സെക്കൻഡ് വാഹനം എടുക്കുമ്പോൾ നമ്മുടെ വീട് പരിസരത്ത്, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേക്കാം, നമ്മുടെ വീട് പരിസരത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിൽ കോമൺ ആയിട്ട് ഏത് വണ്ടികളാണോ കൂടുതലുള്ളത് ആ വണ്ടി തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ടി വി എസ് എന്ന് പറഞ്ഞ വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ ഞാൻ ആലപ്പുഴയിലെടുത്ത് ഞാൻ ഓടത്തില്ല, എന്ന് വെച്ചാൽ അതിന്റെ സ്പെയർ പാർട്സ് കിട്ടത്തില്ല, അതിന്റെ മെക്കാനിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ആ വണ്ടി എടുക്കാത്തത്. പക്ഷെ നല്ല വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഇപ്പം കൊല്ലം, ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ടി വി എസ്, കൊല്ലത്തൊക്കെ CNGയും ടി വി എസിന്റെ ഡീസൽ പെട്രോളും വണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കൊള്ളാത്തൊരു വണ്ടി ആയതുകൊണ്ടല്ലോ അവിടെ ആ ജില്ലയിൽ അത്രയും കൂടുതൽ വരുന്നത്, അവിടെ അതിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഓടാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. വെച്ചാൽ ബജാജിന്റെ ഒക്ടിമ, മാക്സിമ, അതുപോലെ ആപ്പ ക്ലാസിക്, ആപ്പ സെൻസർ, അതുപോലെ അതുലിന്റെ സെൻസർ, ഏത് വണ്ടി ആയിക്കോട്ടെ, ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, ഏത് ആയിക്കോട്ടെ, എറണാകുളം സൈഡിൽ ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം. അവർക്ക് അതിൻ്റെ വിഷയവും കാര്യങ്ങളൊന്നും, അതിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാതെയുള്ള വേറെയുള്ള ജില്ലകൾ, ഇപ്പൊ കോട്ടയം പോലുള്ള ജില്ലകളിലൊക്കെ വരുമ്പോൾ ചില ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ ബജാജ് വണ്ടിക്ക് ഇടിവ് കുറവാണ്. അതായത് ഇടിവ് കുറവ്. ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പൊ കരുനാപ്പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടി ഡീസല് ഒരുപാടുള്ളതാണ്. എന്നും പറഞ്ഞ് നമ്മുടെ ഇവിടെ കൊള്ളത്തിലെന്നല്ല, ഇവിടെ നമ്മുടെ കുട്ടി ഡീസൽ ഇപ്പൊ നിലവിൽ ആലപ്പുഴയിൽ കുറവാണ്. എന്ന് വെച്ചാൽ കുറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ലഗേജ് വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആലപ്പുഴക്കാർ കൂടുതലും ഈ ചെറിയ വണ്ടിയിൽ നിന്ന് എല്ലാവരും വലിയ വണ്ടിയിലോട്ട് മാറുന്നതിന്റെ കാര്യം. അല്ലാതെ വണ്ടി കൊള്ളാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഓട്ടോറിക്ഷകളുടെ കൂട്ടത്തിൽ കിങ് എന്ന് പറഞ്ഞൊരു, നമ്മുടെ സത്യം പറഞ്ഞ ഒരു ബജാജിന്റെ കുട്ടി ഡീസൽ എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അത് സത്യം പറഞ്ഞ ഒരു വേറെ ലെവൽ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന വണ്ടി ഇതിപ്പോ കൈ ക്ലച്ചാണ്, ഞാൻ ഇപ്പൊ നിലവിൽ ഓടുന്നത് കാലി ക്ലച്ചാണ്. നിലവിലെ കിങ് എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷകളുടെ കൂട്ടത്തിൽ കുട്ടി ഡീസൽ തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാല്, ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പൊ പുതിയ വണ്ടികൾ വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാലും
ഓട്ടോറിക്ഷക്കാരുടെ ഒരു കിങ്, ഒരു പുലിക്കുട്ടി, ഒരു ഡൂക്കാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബജാജിന്റെ കുട്ടി ഡീസൽ. അപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ റൗണ്ടിന്റെ അവിടെയൊക്കെ വരുമ്പോൾ കൂടുതലും ചെറിയ വണ്ടികളാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ വണ്ടികൾ കൂടുതലുണ്ട്. ഇപ്പൊ തൃശ്ശൂരുകാരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർ പോയിട്ട് അവിടെ കുട്ടിയാപ്പേ ഉണ്ട് കേട്ടോ. കുട്ടിയാപ്പ നമ്മുടെ ആലപ്പുഴയിൽ ഇല്ല, വളരെ ചുരുക്കം, ഒരു കുറച്ചേ ഉള്ളൂ കുട്ടിയാപ്പ, ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പൊ തൃശ്ശൂർ റൗണ്ടിൽ നമ്മുടെ കുട്ടിയാപ്പ ഓട്ടോറിക്ഷ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബജാജിന്റെ തന്നെ കുട്ടി ഡീസൽ, പിന്നെ ഡബിൾ കണ്ണുള്ള കുട്ടി ഡീസൽ, അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പോയിട്ട് ബജാജിന്റെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവോ ഇല്ലയെന്ന് അത് അവരുടെ ആയിട്ടുള്ള യുക്തിയിൽ നോക്കണം, എൻ്റെ സ്പെയർ പാർട്സ് കാരണം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ കൂടുതലും ഇതിനകത്ത് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ഇട്ട് വരുന്ന ഓട്ടോറിക്ഷ സംബന്ധമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇടാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ എൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും കാരണം മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതായി പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ, ഈ ഓട്ടോറിക്ഷ സംബന്ധമായിട്ട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ള, ഏത് വണ്ടി എടുക്കണമെന്ന് ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ പെർമിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ആ പെർമിറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഓട്ടോറിക്ഷ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അവരുടെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഏത് വണ്ടിയാണ് നല്ലത്, നിങ്ങളുടെ പരിസരത്ത് ഏതൊക്കെ വണ്ടികളാണ് കൂടുതലുള്ളത് ആ വണ്ടി തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു കാലമാണ് വരുന്നത്. ഇപ്പം ഇലക്ട്രിക് വണ്ടികളുടെ കൂട്ടത്തിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും സത്യം പറഞ്ഞു. എല്ലാ വണ്ടിയും ഓരോന്നിനും ഓരോ മെച്ചമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ഒരു വണ്ടീനെ എനിക്ക് കറക്റ്റ്, ഇപ്പൊ ചില വണ്ടികളുടെ റേഞ്ച് അടിസ്ഥാനത്തിൽ ഇപ്പൊ 160 ആയിരിക്കും, ചില വണ്ടികൾക്ക് അതിൽ കൂടുതൽ 300 290 വരെയൊക്കെ റേഞ്ച് കിട്ടുന്ന ഓരോ കമ്പനികളുടെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ റേഞ്ച് കിട്ടുന്ന അനുസരിച്ച് അതിന് വേറെയുള്ള കാര്യങ്ങൾ, വണ്ടിക്ക് വിരിവ് കാര്യങ്ങൾ, മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് വണ്ടിയും ഈ ഡീസലും പെട്രോൾ വണ്ടിയായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് വെച്ചാൽ അത് വേറൊരു ഘട്ടമാണ്. അതായത് ഓൾറെഡി അത് ഓൾ കേരള പെർമിറ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതായത് നമ്മുടെ ആലപ്പുഴയിൽ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ അത് നമുക്ക് എറണാകുളം പോയിട്ട് ഊബർ പോലുള്ള സംഭവങ്ങളൊക്കെ ഓടാം. അപ്പൊ അങ്ങനെയുള്ള ഓൾ കേരള പെർമിറ്റുള്ള വണ്ടി. നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ടൗൺ പെർമിറ്റ് ഇൻക്ലൂഡ് ആയി വരുന്ന വണ്ടികളാണ്. അപ്പൊ നമുക്ക് ജില്ല പെർമിറ്റ്, അതായത് ജില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പം ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടം പോയിക്കാൻ അടുത്ത സ്റ്റാൻഡ് ഇടാം, അടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം പോയിക്കാൻ അടുത്ത സ്റ്റാൻഡ് ഇടാം, അടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം പോയിക്കാൻ അടുത്ത സ്റ്റാൻഡ് ഇടാം. അങ്ങനെയാണ് നമ്മുടെ ആലപ്പുഴ വരുന്നത്. അതുപോലെ പഞ്ചായത്ത് സൈഡിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചേർത്തല സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ അത് സ്വന്തം സ്റ്റാൻഡിൽ ഓടാൻ പറ്റത്തുള്ളൂ. അതൊരു സ്ഥലത്ത് നിന്ന് ഓട്ടം കിട്ടി ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് അവർ എവിടെയാണോ പോയത് തിരിച്ച് അതേപോലെ വന്നിട്ട് ആ സ്റ്റാൻഡിൽ തന്നെ കിടക്കണം. അപ്പൊ കൂലിക്കും വേരിയേഷൻ ഉണ്ട്. ആലപ്പുഴ കൂലിയും പഞ്ചായത്ത് കൂലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ആലപ്പുഴക്കാർ ഒന്നാമത്തെ കാര്യം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ മീറ്റർ ഇട്ട് ഓടാത്തിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, മീറ്ററിൽ നമ്മുടെ സർക്കാർ പറയുന്ന കൂലി ഇതിനകത്ത് ആക്കി തരണം. മീറ്ററിലെ കൂലി മാറ്റിയിട്ട് സർക്കാർ നിലവിൽ നമുക്ക് തന്നിരിക്കുന്ന, പിന്നോക്ക ജില്ലയിൽ തന്നിരിക്കുന്ന കൂലി ഇതിനകത്താക്കി തരുവാണ്. അതായത് നമ്മുടെ ഈ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ മൊബൈലിൽ ബുക്ക് ചെയ്ത് ഓടത്തില്ലേ, അപ്പൊ അതിനകത്ത് കാണിക്കുന്ന ചാർജില്ല, ആ ചാർജ് സെയിം ചാർജ് ഈ മീറ്ററിൽ കാണിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഓടാൻ പറ്റും. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതൊക്കെയാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ പരിസരത്തുള്ള വണ്ടികൾ ഏതാണോ കൂടുതൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പം സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ട്, അതിന് മെക്കാനിക്ക് കിട്ടുന്നുണ്ട്, അതിനെ അടിസ്ഥാനത്തിൽപ്പെടുത്തി നിങ്ങൾ എടുക്കുക. ഇത് ഇലക്ട്രിക് ആണെങ്കിലും ഏതാണെങ്കിലും. പിന്നെ അതുപോലെ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരായിട്ടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പുതിയ വണ്ടികൾ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പ ഓട്ടോറിക്ഷ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ അതുപോലെ അതുലിന്റെ എടുക്കാവുന്നതാണ്, നല്ലൊരു ഓപ്ഷനാണ്. ബജാജ് വണ്ടി ഞാൻ നല്ലതാണ്, പക്ഷെ ഞാനത് ചോയ്സ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ടി വി എസിന്റെ വണ്ടി ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, ടി വി എസ് വണ്ടി സ്പെയർ പാർട്സ് കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാരണം, അതുകൊണ്ട് അതിന്റെ ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ആലപ്പുഴയിലെ അന്തരീക്ഷത്തിൽ ബജാജ് ആപ്പയും അതിലും ഒക്കെ എടുക്കുന്നതിൽ കുറച്ച് നല്ലതാണ്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. സി എൻ ജി പൊതുവെ CNG തന്നെ ഇപ്പം എല്ലാ ബജാജിനും ഉണ്ട്, ആപ്പക്കുണ്ട്, എല്ലാ കമ്പനിക്കാർക്കും CNG വണ്ടി ഉണ്ട്. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. അതിനകത്ത് മെക്കാനിക്കലായിട്ട് ആൾക്കാർ കുറവാണ്, അതിന്റെ മെക്കാനിക്ക് ചെയ്യുന്ന ആൾക്കാരും കുറവാണ്. ഷോറൂമിലും അതിൻ്റെ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രാക്ക് ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പം CNG വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് ഒരു 5-6 വർഷം അടുത്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ട്രാക്കിലോട്ട് വന്നിട്ടില്ല മെക്കാനിക്കലായിട്ട്. അപ്പം അത് നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് ഡീസൽ വണ്ടി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ആപ്പ അല്ലെങ്കിൽ അതങ്ങനെ എടുക്കാൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏകദേശം ഏത് വണ്ടിയാണ് എടുക്കേണ്ടതെന്നൊരു ധാരണ ആയല്ലോ. പിന്നെ ഞാൻ ഈ ആപ്പയും അതിലും പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ റൗണ്ട് നമ്മുടെ എവിടെയാ, തൃശ്ശൂർ റൗണ്ടിന്റെ അവിടെ ഒരാള് ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി ആപ്പ് എടുത്തോണ്ട് ഓടരുത്. അവിടെ
അവിടെ കൂടുതലും അതിൻ്റെ മെക്കാനിക്കും പണിക്കാരും എല്ലാം കുട്ടി ഡീസലായിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എൻ്റെ ഒരു ഇത് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിലാണ്, ആലപ്പുഴ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ട്രാക്ക് അതായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഒരുപാട് വലിച്ചു നീട്ടില്ല. നിങ്ങളുടെ ഓട്ടോറിക്ഷ സംബന്ധമായിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഈ കാണുന്ന ഇൻസ്റ്റയിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടികൾ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ പറയണേന്ന് പറയുന്ന ആൾക്കാർക്കും ഞാൻ നല്ല വണ്ടികൾ, എനിക്കറിയാവുന്ന വണ്ടികൾ മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട് പുറത്തുള്ള വണ്ടികൾ, ഈ വണ്ടി വിറ്റ് തരുമോ, ഈ വണ്ടി വിറ്റ് തരുമോ, ആ വണ്ടി വിറ്റ് തരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ ഞാൻ വിറ്റ് കൊടുക്കാറില്ല. എനിക്ക് എൻ്റെ കൺമുമ്പിൽ എനിക്ക് അറിയാവുന്ന വണ്ടികൾ, എൻജിൻ ക്വാളിറ്റിയൊക്കെ അറിയാവുന്ന വണ്ടി, ബോഡി ക്വാളിറ്റിയൊക്കെ അറിയാവുന്ന വണ്ടികൾ മാത്രമേ ഞാൻ നിലവിൽ ഞാൻ വിറ്റ് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇപ്പം എത്ര വണ്ടികൾ വിറ്റുള്ളൂ അതെല്ലാം എനിക്കറിയാം. എൻ്റെ കൺമുമ്പിൽ കിടന്ന് കാണുന്ന വണ്ടികൾ മാത്രമേ ഞാൻ വിറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ ആ വണ്ടി വിറ്റുക, ഈ വണ്ടി വിറ്റുക എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ മെസ്സേജ് ചെയ്യരുത്. നമുക്ക് നല്ല വണ്ടിയാണെന്ന് എനിക്കറിയാവുന്ന ആൾക്ക് വണ്ടികൾ മാത്രമേ ഞാൻ വിറ്റ് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഈ സെക്കൻഡ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതാരും തന്നെയാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു വണ്ടി ഒരാൾക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ചെറിയ കമ്മീഷൻ ബേസ് എന്നുള്ള നമുക്ക് എന്തെങ്കിലും കിട്ടും. പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് നല്ല വണ്ടികൾ കൊടുക്കുമ്പോഴേ അതിനകത്ത് അതിൻ്റെ കമ്മീഷൻ ബേസ് കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു തൃപ്തി ആകത്തുള്ളൂ. ആ ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ. അല്ലാതെ നമ്മളൊരു വണ്ടി എടുത്ത്, ഒരു പരിചയമില്ലാത്തൊരു വണ്ടി എടുത്ത്, ഒരു ആക്രി വണ്ടി എടുത്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുമ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്നെയും ആൾക്കാരുടെ ഡൗട്ടുള്ളത് ഈ 15 വർഷക്കണക്കിലുള്ള വണ്ടിയാണ്. 15 വർഷം കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ഇപ്പം 2012, 2011 വർഷം ആയ വണ്ടിയൊക്കെ ആണെങ്കിൽ 15 വർഷം കഴിഞ്ഞ ഇതിൽ പൊളിക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടുണ്ട്. അതൊക്കെ ആൾക്കാരുടെ തെറ്റായിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് അറിയാം, ആ പൊളിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. നിലവിൽ കണ്ടിന്യൂ ആയിട്ട് ഓടുന്നത്. അതായത് ഡീസൽ വണ്ടികൾ 26 വർഷം 17, 20 വർഷമായിട്ടുള്ള വണ്ടികളൊക്കെ ഇപ്പോഴും നിലവിൽ ടൗണിൽ കിടന്നൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് തെറ്റായിട്ട്, അതായത് പുതിയ ഓട്ടോറിക്ഷക്കാർക്ക് അറിയാത്തതുകൊണ്ട് അവർ പറയും 15 വർഷം കഴിഞ്ഞ വണ്ടി ആക്രി കൊടുക്കണ്ടേ, പൊളിക്കണ്ടേ, ഇത്രയും പഴക്കമുള്ള വണ്ടി എടുക്കണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പം അത് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. ടെസ്റ്റ് ഫീസ്, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോകുമ്പോൾ ടെസ്റ്റ് ഫീസ് 4000 രൂപ താഴേണ്ട നിൽക്കത്തുള്ളൂ എന്ന് തോന്നുന്നു, അത്രേ ആകത്തുള്ളൂ. അത് മാത്രമല്ല, അല്ലാതെ നമ്മുടെ വണ്ടി ഇപ്പോൾ ഈ വണ്ടി 15 വർഷം കഴിഞ്ഞ വണ്ടിയാണെന്ന് വിചാരിച്ചു, വണ്ടി നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചു, സൂപ്പർ ബോഡിയാണ്, എഞ്ചിനൊക്കെ പക്കിയ, നമ്മൾ വെറുതെ എന്തിനാ ആക്രി കൊടുക്കുന്നത്? നമുക്ക് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഓടാമല്ലോ. നമ്മൾ എഞ്ചിൻ സൈഡെല്ലാം ഓക്കെ ആക്കുന്നില്ല, പൊല്യൂഷനും പേപ്പറും എല്ലാം എടുത്ത് ഓടുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ വണ്ടികൾ എടുക്കാൻ EMI എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് വാഹനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ കൈകാര്യം ചെയ്ത് ഓടിയൊക്കെ നോക്കാൻ. പിന്നെ ഓടാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞാൽ ഈ ടൈം തന്നെയാണ്. ഇപ്പോൾ ഈ ഓണം ടൈം എന്ന് പറയുമ്പോൾ എല്ലാ കേരളത്തിൽ മൊത്തവും ഓട്ടോറിക്ഷ ഓടാൻ പറ്റിയ ഒരു ടൈം തന്നെയാണ്. പിന്നെ ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇനി ആൾക്കാരായിട്ടൊക്കെ എങ്ങനെ ഇടപഴകണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം ഓരോ ആപ്പൊക്കെ ഉണ്ട് മൊബൈലിൻ്റെ, അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടുക. ഓരോ ഓട്ടോ സ്റ്റാൻഡിൻ്റെ വാതിക്കൽ പോയത് ബുക്ക് ചെയ്തിട്ട്, ബുക്കിംഗ് ആപ്പൊക്കെ ഉണ്ട്, അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഓടുക. അത് നോക്കുക. ബുക്കിംഗ് ആപ്പിലൊക്കെ പോയി ഓരോ ഓട്ടോ സ്റ്റാൻഡിൻ്റെ വാതിക്കൽ പോയി ഒന്നും എടുത്ത് കളയരുത്. ഒരു മീറ്റർ ഉണ്ട്, കണക്കുണ്ട്, അത് അതിൻ്റെ അപ്പുറത്തൊക്കെ പോയി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് അടി കിട്ടും. ഓരോ ഓട്ടോ സ്റ്റാൻഡിൽ ചിലപ്പോൾ മണിക്കൂറിലും കിടക്കുന്ന ഓട്ടോക്കാരൊക്കെ ആയിരിക്കും, അവരുടെ അവിടെ പോയിട്ട് ബുക്കിംഗ് ഓണെന്നൊക്കെ പറഞ്ഞ് പോയി എടുത്ത് കഴിഞ്ഞാൽ അടി കിട്ടും. അത് അടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആപ്പും കാണത്തില്ല. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള ഓട്ടോറിക്ഷക്കാരെ, ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓട്ടോറിക്ഷ സംബന്ധമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻസ്റ്റ ഐഡിയിൽ തീർച്ചയായിട്ടും കൊടുക്കാനുണ്ട്. വീഡിയോസ് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം പുതിയ വണ്ടി ഏതാണെങ്കിൽ എടുക്കേണ്ട ധാരണ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ നിങ്ങളുടെ പരിസരം അതനുസരിച്ച്. അതുപോലെ നിങ്ങളുടെ സെക്കൻഡ് വാഹനം എടുക്കുകയാണെങ്കിലും ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസ് എന്തായാലും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നല്ല നല്ല ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് തുടർന്ന് കാണാം. ഓക്കെ.